ഇന്ന് എന്റെ ട്രാൻസ്ഫോർമേഷന്റെ 49ാമത്തെ ഡേ ആട്ടാ. ദുബായിലൊക്കെ വന്നിട്ട് താമസിക്കുമ്പോ 4 നേരം വളരെ ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു ദിവസം എനിക്ക് എത്ര കാശ് ചെലവാവുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാട്ടാ. ഞാനിപ്പോ ഡെയിലി കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചുകൊണ്ടിരിക്കുന്ന 4 വീറ്റ് ബ്രെഡിനും 2 എഗ് വൈറ്റിനും കൂടി എനിക്ക് ചെലവാവുന്നത് ഒരു 2 ദിർഹത്തിനും 3 ദിർഹത്തിനും ഇടയിലാട്ടാ. പിന്നെ ഞാൻ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്നാക്സ് ആയ ഒരു ആപ്പിളും 2 ഹോളഗിനും ചെലവാവുന്നത് ഏകദേശം ഒരു 3.5 ദിർഹാട്ടാ. പിന്നെ ഞാൻ ഡെയിലി ഉച്ചക്കലത്തെ ലഞ്ചിനും രാത്രിയിലത്തെ ഡിന്നറിനായിട്ട് കഴിക്കുന്ന 2 ചപ്പാത്തിയും ഒരു 400 ഗ്രാം ചിക്കൻ ബ്രസ്റ്റും ഒരു പഴം, ഒരു ആപ്പിൾ, ഒരു ക്യാരറ്റ്, ഒരു കുക്കുംബർ, പിന്നെ ഒരു 2 ലെമണും, പിന്നെ ചിക്കൻ ബ്രസ്റ്റ് ഒക്കെ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓണിയൻ, പിന്നെ ഒരു ടൊമാറ്റോ, ഇതിനെല്ലാം കൂടിയിട്ട് എനിക്ക് ചെലവാവുന്നത് ഏകദേശം ഒരു 16 ദിർഹാട്ടാ. അങ്ങനെ ഒരു ദിവസത്തെ 4 നേരം ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിന് എനിക്ക് ചെലവാവുന്നത് ഏകദേശം ഒരു 22 ദിർഹാട്ടാ. ഒരു ദിവസം 22 ദിർഹം ഭക്ഷണത്തിന് എനിക്ക് ചെലവാവുണ്ടെങ്കിൽ ഒരു മാസം എനിക്ക് ചെലവാവുന്നത് 660 ദിർഹാട്ടാ. 660 ദിർഹം ഇന്ത്യൻ റുപ്പീസ് ആക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 15,500 രൂപയോളം വരും. ദുബായിലൊക്കെ വന്നിട്ട് ഏറ്റവും പൈസ കുറവിന് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണമെങ്കിൽ ഏകദേശം ഒരു മാസം ഒരു 15,000 രൂപ ആവട്ടെ. ഈ 600 ദിർഹത്തിനൊക്കെ 3 നേരം ഭക്ഷണം കൊടുക്കണ പല മെസ് സർവീസും ടിഫിൻ സർവീസും നമ്മുടെ ദുബായിൽ മൊത്തം കിട്ടാ. പക്ഷെ ഒരു തവണയെങ്കിലും ആ മെസ് സർവീസ് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അവര് മൊത്തം ഓയിലും വെച്ചിട്ടുള്ള കളിയാണ്. അപ്പൊ എന്തുകൊണ്ടും അതിനേക്കാളും നമ്മൾ ഈ രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ വളരെ കാശ് കുറവിന് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് 4 നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റൂട്ടാ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.